എല്ലാരും എവിടെ ഇരിക്കുന്നു? കൊമ്മാടി മുതൽ വടക്കോട്ട് ഉള്ള തോടും കരയിൽ ജീവിക്കുന്നവരാണ് ഏറ്റവും വലിയ ദുരിതത്തിൽ ആയിരിക്കുന്നത്. ഈ വെള്ളക്കെട്ട് കാരണം, പെട്ടെന്നുണ്ടായ വെള്ളക്കെട്ട് കാരണം വീടുകളിൽ വെള്ളം ഇരച്ചു കയറുകയും സാധന സാമഗ്രികൾ നഷ്ടപ്പെടുകയും അതൊന്നും എടുക്കാനുള്ള സാധന സാമഗ്രികൾ എടുക്കാനുള്ള ഒരു സാവകാശം പോലും ലഭിക്കാതിരിക്കുകയും അവർ ധരിച്ചിരുന്ന വസ്ത്രത്തോടെ അവർക്ക് വീട് വിട്ട് ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ആലപ്പുഴ പൂന്തോപ്പ് ഭാഗത്താണ്. പൂന്തോപ്പ് മണ്ടിലെ ഒരു 2018 പോലും ഉണ്ടാകാത്ത രീതിയിലുള്ളൊരു വെള്ളപ്പൊക്കമാണ്. ഇവിടെയെല്ലാം വീടുകളിലെല്ലാം പകുതിയോളം വെള്ളം കയറിയിരിക്കുന്നത്. എല്ലാവരും വീട് വിട്ട് സാധനങ്ങൾ പോലും എടുക്കാൻ പറ്റാതെ വീട് വിട്ട് പോയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇവിടെ കാണുന്ന റോഡാണ്. റോഡിൽ ഒരു പൊന്തോളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് വീട് കയറിനെ പറ്റിയുള്ള ദുരിതത്തെ പറ്റി ചോദിക്കാം. 2018 പോലും ഇത്രയും വെള്ളം ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. ഏതായാലും ഈ വെള്ളപ്പൊക്കം ഇവർ എൻജോയ് ചെയ്യുക തന്നെയാണ്. റോഡിൽ നിന്ന് തന്നെ നമുക്ക് മീൻ പിടിക്കാൻ പറ്റുന്നുണ്ട്. അതായത് വലക്ക് ഉടക്കൊന്നും ഇല്ലാതെ വളരെ സുരക്ഷിതമായി വല കീറാതെ മീൻ പിടിക്കാൻ പറ്റുന്നതാണ് ഇവർ പറയുന്നത്. അത്രക്കുള്ള അതെ അതെ അത്രക്കുള്ള സംവിധാനമാണ് ഇപ്പൊ ഇവിടെ ഒരുക്കിയിട്ടിരിക്കുന്നത്. ഇപ്പൊ വീടുകാരെല്ലാം പോയോ ഇപ്പൊ ഇതേട്ടൊന്ന് കാണിച്ചാൽ റോഡിൽ വലവീശി മീനെ പിടിച്ചിരിക്കുകയാണ്. പിന്നെ അവിടുത്തെ ആറാട്ടൊരു ബണ്ട് പാലമില്ല, ആറാട്ടൊരു പാലം, പോപ്പിപ്പാലം, അവിടെ എല്ലാം ബണ്ട് കെട്ടിയതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ വെള്ളം വന്നത്. പാലം പണിയായിട്ട് ബണ്ട് ഏറ്റവും കൂടുതൽ വെള്ളം വന്നത്. അല്ലെങ്കിൽ പാലം മൊത്തം തള്ളിപ്പോയി, വെള്ളം ഇത്രയും കയറത്തില്ല. വെള്ളം തള്ളി പോകുന്നില്ല ഇപ്പൊ. ബണ്ട് പൊട്ടിച്ച് വിട്ടിട്ട് പോലും ഇത്രയും വെള്ളം കയറുന്നില്ല. ആദ്യ സംഭവം എനിക്കിപ്പോ 40 പാതിരപ്പള്ളി ബണ്ട് പൊട്ടിയപ്പോ സമയത്ത് ഇത്രയും എന്റെ 40 52 വയസ്സായി. 52 വയസ്സിനുള്ളിൽ ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നത്. ഈ ഇവിടെ 52 വയസ്സിന് ആദ്യത്തെ സംഭവമാണ് ഇതുപോലെ. ഞങ്ങളുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയുടെ പുറകിലെ സ്റ്റെപ്പിന്റെ ഇവിടെ പ്രളയത്തിന് അടുക്കളയുടെ പുറകിലെ സ്റ്റെപ്പ് വരെ വന്നു. ഇപ്പൊ വരാത്ത മൊത്തം വെള്ളമായി. ഫ്രണ്ടില് എല്ലാം ഫുള്ളായിട്ട് വെള്ളത്തിൽ കിടക്കും. എല്ലാ കുടുംബത്തിലും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം വെള്ളത്തിൽ വെള്ളം കയറി ഒന്നും എടുക്കാൻ പറ്റിയില്ലല്ലേ പെട്ടെന്ന്. ഒരു സാധനം പൊക്കി വെക്കാൻ പോലും പറ്റില്ല, അതുപോലെ വെള്ളമായി. ഒരു സാധനം പൊക്കി വെക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല, അതുപോലെ വെള്ളമായി പോയി, മൊത്തം വെള്ളമായി പോയി. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത് ഇത്രയും പ്രതീക്ഷിക്കും. നമ്മൾ ഇതുവരെ ഈ ബണ്ട് ഇതിങ്ങനെ കെട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഇതുവരെയായിട്ട് ഇത്രയും വെള്ളം നമ്മളിങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇത്രയും വെള്ളം പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് നമ്മൾ അത്ര ഇത് കരുതിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം.